പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലൊക്കെ പത്രവാർത്തകൾ ശ്രദ്ധാപൂർവം ഞാൻ വായിക്കുന്നുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഈ വീഡിയോയ്ക്ക് തലക്കെട്ട് കൊടുത്തത് മതപരിവർത്തനം പാടില്ല. അത് ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും. ക്രിസ്ത്യാനികൾ ഇന്ന് ലോകം മുഴുവനും സുവിശേഷം പ്രഘോഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുദേവൻ പറഞ്ഞ ആ സന്ദേശമാണ് ആദ്യമേ. അതെന്താണ്? മാനസാന്തരപ്പെടുവിൻ. അതായത് ഹൃദയപരിവർത്തനം നടത്തുക. മതപരിവർത്തനം നടത്തുവാൻ യേശുക്രിസ്തു ആരോടും പറഞ്ഞിട്ടില്ല. വേറെ മതത്തിൽ ഇങ്ങോട്ട് ചേർക്കാനും പറഞ്ഞിട്ടില്ല. ബൈബിളുടനീളം കാണാൻ സാധിക്കും. ക്രിസ്തുവും ക്രിസ്തുവിന്റെ അനുഗാമികളും പറഞ്ഞത് ഒന്നാണ്: മാനസാന്തരപ്പെടുവിൻ, മനസ്സിന് മാറ്റം വരുത്തണം. നമുക്കറിയാം, പാപമാർഗത്തിൽ നിന്നും പുണ്യമാർഗത്തിലേക്ക്, ദുഷ്ടന്റെ മാർഗത്തിൽ നിന്നും ശിഷ്ടന്റെ മാർഗത്തിലേക്ക്, അല്ലെങ്കിൽ തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, സുഖലോലുപര, മദ്യാസക്തി, ജീവിത വ്യഗ്രത, അല്ലെങ്കിൽ വക്രത, കാപട്യം, വഞ്ചന, കൊള്ള, കൊല, പിടിച്ചുപറി, തമ്മിൽ തല്ല്, കലഹം, വൈരാഗ്യം, മദ്യം, അധാർമികത, അടിച്ചമർത്തൽ, വർണ്ണവിവേചനം, ഭിന്നത, മതവിദ്വേഷങ്ങൾ, ഇവയിൽ നിന്നെല്ലാം മനുഷ്യനെ വിമോചിപ്പിച്ച് ഒരു ഭക്തി മാർഗത്തിലൂടെ കൊണ്ടുവരുവാനാണ് ക്രിസ്തീയ മിഷണറിമാർ ലോകം മുഴുവനും ചുറ്റി നടക്കുന്നത്. അതാണ് ക്രിസ്തു മാർഗം എന്ന് പറയുന്നത്. അതൊരു മരത്തിലേക്ക് മാറ്റം അല്ല. പിന്നെയോ ക്രിസ്തീയത എന്നാണ് അതിന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയും. ക്രിസ്തു കൊണ്ടുവന്നത് സമാധാനം നൽകുവാനുള്ള സന്ദേശവുമായിട്ടാണ്. അദ്ദേഹം ജനിച്ചപ്പോൾ ബെത്ലഹേമിൽ വെച്ചു എന്നേ പറഞ്ഞത്, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഹല്ലേലൂയ. മനസ്സ് മറന്നു പോകരുത്. ഇന്ന് സമാധാനമില്ലാത്ത ഒരു കാലഘട്ടം. ലോകമെമ്പും ചുറ്റുകടന്ന് ഈ സമാധാനം, സ്നേഹം, ശാന്തത, എളിമ, സ്വാതന്ത്ര്യം, സന്തോഷം, സൗഹാർദ്ദത, പരസ്പരം സ്നേഹം, പരസ്പരം പങ്കുവെച്ചു കൊടുക്കുക, പട്ടിണി മാറ്റുക എന്ന തുടങ്ങിയ സൽപ്രവർത്തികൾ ആണ് ക്രിസ്തു സന്ദേശം എന്ന് പറയുന്നത്. മാനസാന്തരപ്പെട്ട് ഒരുവനിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇത് മനപരിവർത്തനം അല്ല. നിശ്ചയമായിട്ടും മനപരിവർത്തനമുണ്ടായി ദൈവത്തിന്റെ മനോഭാവത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തെ സഹിക്കുവാനും മറ്റുള്ളവരെ സഹിക്കുവാനും ഹൃദയമുണ്ടാകുമ്പോൾ, അതുപോലെയുള്ളവരുടെ കൂടെ ഒന്നിച്ചു ചേരുക എന്നത് സ്വാഭാവികമാണ്. നമുക്കറിയാം, ഒരേ ചിറകുള്ള പക്ഷികൾ ഒന്നിച്ച് പറക്കുന്നുവെന്ന്. അപ്പോൾ സൽസ്വഭാവം നേടിയെടുത്തവർ സ്വാഭാവികമായിട്ടും ഒന്നിച്ചുകൂടുക, കൂട്ടായ്മയിലാവുക. അതിനെയാണ് ക്രിസ്തീയ കൂട്ടായ്മകൾ എന്ന് പറയുന്നത്. അതൊരു മതമല്ല. ഇനിയും യേശുക്രിസ്തു മതവും സ്ഥാപിച്ചില്ല എന്ന് വ്യക്തമായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ബൈബിളിലും കാണാൻ സാധിക്കും. പിന്നെ സഭ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടായ്മയാണ്. സഹൃദയരുടെ, ധാർമ്മികതയിൽ ജീവിക്കുന്നവരുടെ, പുണ്യമാർഗത്തിൽ ജീവിക്കുന്നവരുടെ, പരസ്പര സ്നേഹത്തിൽ കഴിയുന്നവരുടെ കൂട്ടായ്മയാണ് അവിടുന്ന് സ്ഥാപിച്ചത്. അതാണ് ഇന്നും തുടർന്നുകൊണ്ട് പോകുന്നത്. അതിനെ ഒരിക്കലും ഒരു മതമെന്ന് ആരും പറയുന്നില്ല, പറയത്തുമില്ല. അതിന് സഭ എന്ന് പറഞ്ഞാൽ അത് കൂട്ടായ്മയാണ്, സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയാണ്. ഇത് ഒരുപക്ഷെ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം ഹൈന്ദവർ എല്ലാവരും നല്ലവരാണ്, സ്നേഹമുള്ളവരാണ്, ഔദാര്യമുള്ളവരാണ്, വിട്ടുവീഴ്ചയും സ്നേഹവും ധാരാളം ഉള്ള വിലമതിക്കപ്പെട്ടവരാണ് എന്ന് ഞാൻ പറയും. എന്നാൽ ചിലർ അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് പരിപാവനമായ ഹൈന്ദവ മൂല്യങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ച് ഹിന്ദു തീവ്രവാദികളായിട്ട്, പക്ഷേ ബജരംഗങ്ങളായിരിക്കാം, RSS ആയിരിക്കാം, BJP ആയിരിക്കാം, എനിക്കറിയത്തില്ല. നിങ്ങളെല്ലാവരും ഈ യേശുക്രിസ്തു കൊണ്ടുവന്ന ആ മൂല്യങ്ങളെ തച്ചുടയ്ക്കുവാൻ പരിശ്രമിക്കുന്നത് ദയനീയമാണ്, പരിതാപകരമാണ്. ഞാൻ പറയും അറിവുകേട് ആണ് എന്ന്. പ്രിയ ബജരംഗ് തള്ളുകാരെ അല്ലെങ്കിൽ RSSകാരെ, ഹൈന്ദവ നേതാക്കന്മാരെ
ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങൾ എത്ര പേരാണ് ഈ ക്രിസ്ത്യാനികൾ നടത്തുന്ന സ്കൂളിലും അനാഥശാലയിലും ആശുപത്രിയിലും ഒക്കെ വന്ന് ഒരു വശങ്ങൾ രോഗശാന്തി നേടിയത്, അല്ലെങ്കിൽ അഭ്യസ്ത വിദ്യരായിത്തീർന്നത്, വലിയവരായിത്തീർന്നത്. നമുക്കറിയാം, മഹാത്മാഗാന്ധി, രാജാജി റാം മോഹൻ റായ്, അദ്വാനി, അതുപോലെ തന്നെ നമുക്ക് അനുസാരിക്കാം രാധാകൃഷ്ണൻ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇങ്ങനെ പോകുന്നു. രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഹൈന്ദവരുടെ ഇടയിലെ വലിയവരായി നടന്നവരൊക്കെ ക്രിസ്തീയ സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ചവരാണ്. ഇനിയും പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും അത് അറിയുകയും ചെയ്യാം, അത് അറിവുള്ളവരാണ്. അവരാരും ഒരിക്കലും ക്രിസ്തുവിന്റെ ദൂതിനെ തള്ളിപ്പറയില്ല. ഇത് അറിവില്ലാത്ത ചിലർ നിശ്ചയമായിട്ടും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ക്രൈസ്തവ മിഷണറിമാർ എവിടെയും ഓടി നടന്ന് പറയുന്നത് എന്താണ്? എല്ലാവരെയും സ്നേഹിക്കുക. നമുക്ക് അറിയാം, അവർ വിദ്വേഷത്തിന്റെ വിത്തല്ല വിതയ്ക്കുന്നത്, വിഭാഗീയതയുടെ വിത്തല്ല വിതയ്ക്കുന്നത്, തീവ്ര ക്രിസ്തീയത അടിച്ചേൽപ്പിക്കുന്നില്ല. എന്നാൽ ക്രിസ്തുദേവൻ പഠിപ്പിച്ച സ്നേഹത്തിന്റെ, ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്ന് പറഞ്ഞ ക്രിസ്തുദേവന്റെ ആശയങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. വലത്തെ കണ്ണടിച്ചടിച്ചാൽ ഇടത്ത് കണ്ണം കാണിച്ചു കൊടുക്കുന്നു അവർ. ഉടുതുണി യോജിക്കുന്നവർക്ക് പുറമേയുള്ള മേലങ്കി പോലും കൊടുക്കുന്നു, അഥവാ ഷോൾ ഊരിക്കൊടുക്കുന്നു. 1 മൈൽ കൂടെ പോരാമെന്ന് ചോദിച്ചാൽ അവന്റെ കൂടെ 2 മൈൽ നടക്കുന്നു. കൈ കിട്ടുന്ന എല്ലാവർക്കുമായി പങ്കിട്ട് കൊടുക്കുന്നു. ഇതാണ് യേശുദേവൻ പറഞ്ഞു പഠിപ്പിച്ചത്. ഇതാണല്ലോ കൽക്കട്ടയിലെ മദർ തെരേസ ആയാലും ചെയ്തത്. ആരെയും മരത്തിലേക്ക് മാറ്റുവാനല്ല, പിന്നെയോ യേശുവിന്റെ സ്നേഹം കൊടുത്ത് എല്ലാവരെയും നല്ല മനുഷ്യരാക്കി തീർക്കുകയായിരുന്നു അവൾ ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. എവിടെയെല്ലാം പോയി തെണ്ടിയുണ്ടാക്കിയ പണം കൊണ്ടും സ്വത്തും കൊണ്ടുമാണ് പാവങ്ങളെ അവൾ സഹായിച്ചിരുന്നത്. ഇന്നും ധാരാളം പേർ ഇപ്രകാരം ചുറ്റി നടന്ന് ഉള്ളവരിൽ നിന്ന്, മുതലാളിമാരിൽ നിന്ന് പണം ശേഖരിച്ച് ഇല്ലാത്ത പാവങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കുന്നു, വീട് വെച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ രോഗികളെ കൊണ്ടുപോയി ആശുപത്രിയിലാക്കുന്നു, ആതുര ശുശ്രൂഷ നടത്തുന്നു, അതുപോലെ തന്നെ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇത് തെറ്റാണോ? ഇത് ഹിന്ദുമതത്തിന് തെറ്റാണോ? ഹിന്ദുമതത്തിൽ ചേർന്നല്ലേ? അത് ആഴമായിട്ട് നിങ്ങൾ ചിന്തിക്കണമേ. ഇനിയും ഒന്ന് പരിശോധിച്ച്, ഇവരോട് ആരോടും ഒരു സ്കൂളിലോ കോളേജിലോ നിങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് ചേരണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാനൊരു സുവിശേഷ പ്രഘോഷകനാണ് പ്രിയപ്പെട്ടവരെ. 52 വർഷമായിട്ട് 104 രാജ്യങ്ങളിൽ പ്രസംഗിച്ചു. എല്ലാ ഇസ്ലാമിക് രാജ്യങ്ങളിലും പ്രസംഗിച്ചു. ഞാൻ ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിലെ ഹൈന്ദവരോടും പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൽ ചുറ്റുപാടും ഹൈന്ദവരാണ്. എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരാളോട് ഹിന്ദു മതത്തിൽ നിന്ന് മാറി ക്രിസ്തു മതത്തിലേക്ക് ചേരണമെന്ന് പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. എന്നാൽ ക്രിസ്തുവിന്റെ സദുപദേശങ്ങൾ കണിശമായിട്ടും അവർക്കൊക്കെ വിളമ്പിക്കൊടുത്തിട്ടുണ്ട്. എന്റെ ജീവിത മാതൃകയിലൂടെ കഴിവതും കാണിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രതിഫലേച്ഛ കൂടാതെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നു, വിശക്കുന്ന പട്ടിണിയിലായിരിക്കുന്നവർക്ക് തിന്നാൻ കൊടുക്കുന്നു, പരദേശികൾക്കും പാർപ്പിടമില്ലാത്തവർക്കും പാർപ്പിടമുണ്ടാക്കി കൊടുക്കുന്നു, നഗ്നരെ ഉടുപ്പിക്കുന്നു, രോഗികളെ സന്ദർശിച്ച് സ്വാതന്ത്ര്യപ്പെടുത്തി സൗഖ്യം നൽകുന്നു, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാരുണ്യ പ്രവൃത്തികളിലൂടെയും സാമൂഹ്യ സേവനത്തിലൂടെയും ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുകയാണ് എല്ലാ മിഷണറിമാരും ലോകം മുഴുവൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. മധ്യപ്രദേശത്തിൽ സിസ്റ്റർ റാണി മരിയെ കൊലപ്പെടുത്തിയവരും ഒറീഷയിൽ നമുക്കറിയാം ഓസ്ട്രേലിയൻ മിഷണറിയെ ചുട്ടുകൊന്നവരുമൊക്കെ ഇന്ന് മനസ്തപിക്കുകയാണ്. ക്രിസ്തുവിന്റെ സുവിശേഷം ശക്തിയുള്ള മുനയുള്ള വാളാണ്. നിശ്ചയമായിട്ടും ആയുധം കൊണ്ട് ഒരു ക്രിസ്ത്യാനിയും ആരെയും കീഴടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ സ്നേഹം കൊണ്ട്, ക്രിസ്തു കൊടുത്ത സ്നേഹ സന്ദേശം കൊണ്ട് ലോകത്തെ കീഴടക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അത് മാനസാന്തരത്തിലൂടെയാണ്, മതപരിവർത്തനത്തിലൂടെ അല്ല എന്ന് വ്യക്തമായി നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഇനിയും എത്ര ബാലിശ്യമായിട്ടുള്ള
പറച്ചിലാണ് അത് ഇന്ന് പറയുന്നത്. അതായത് ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെല്ലാം ക്രിസ്ത്യാനികളാക്കാൻ പരിശ്രമിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ആ ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ സഹായത്തോടെ അവരുടെ പട്ടാളത്തിന് കീഴിൽ അവരുടെ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ മുഴുവനും ഇന്ന് ഒരു ക്രിസ്ത്യൻ രാജ്യമാക്കി തീർക്കാമായിരുന്നു. അത് തന്നെ അതെ കണ്ണുപൊട്ടിന് പോലും മനസ്സിലാക്കും അതല്ല മിഷണറിമാരുടെ ഉദ്ദേശം എന്ന്. ഇന്നാണെങ്കിലും ഒന്ന് നോക്കിക്കേ, ഇന്ത്യയില് 143 അതായത് 144 കോടിയോളം ജനങ്ങളുണ്ടെന്ന് ഓർക്കണം. അവിടെ വെറും 2% അഥവാ 2.3% മാത്രമുള്ളൂ ക്രിസ്ത്യാനികൾ. ആ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കന്യാസികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 ലക്ഷം പേര്. അവർ എന്തിനു പേടിക്കുന്നു? ഈ പേടി കൊണ്ടാണോ അവരെയൊക്കെ പിടിച്ച് ജയിലാക്കുന്ന കള്ളക്കഥയെല്ലാം പറഞ്ഞ്? അതുകൊണ്ടാണോ അവർ ദേവാലയങ്ങൾക്ക് തീയിടുന്നത്, അവരെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നത്? നന്മ ചെയ്യുന്നവരെ അപ്രകാരമാണോ ഹൈന്ദവ സഹോദരങ്ങളെ ചെയ്യേണ്ടത്? ഒന്ന് ചിന്തിക്കൂ. ഇതാണോ ഹൈന്ദവര? അല്ല. ഞാൻ പഠിച്ചിട്ടുള്ളത് അതല്ല. ഹൈന്ദവര എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു മതമാണ്. എല്ലാവരെയും ഒരുപോലെ കാണുന്നത്, എല്ലാവരിലും ദൈവത്തെ കാണുന്ന ഒരു മതമാണ്. അഥവാ അതാണ് ഞാൻ മതമൊന്നും പറയില്ല, അതൊക്കെ എന്ത് മതമെന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ ഹൈന്ദവര എന്ന് പറയും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ഇവിടെ മതങ്ങൾ തമ്മിലുള്ള അടിപിടി വെക്കേണ്ട ആവശ്യമില്ല. ആശയങ്ങൾ അഥവാ നമ്മൾ പഠിപ്പിക്കുന്ന മൂല്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനിയും വേറൊന്ന് ഓർക്കണം, ക്രിസ്ത്യാനികൾക്കും അവര് ന്യൂനപക്ഷമാണ്, 2% ഉള്ളുവെങ്കിലും ഭരണഘടന പ്രകാരം മനസ്സാക്ഷിക്കനുസരിച്ച് സ്വാതന്ത്ര്യം അനുസരിച്ച് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാൻ പ്രചരിപ്പിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഓർക്കണമേ. മൗലിക അവകാശത്തെപ്പറ്റിയും അത് ആർട്ടിക്കിൾ 19 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 25 നിങ്ങൾ വായിച്ചിരിക്കേണ്ടത് ആണ്. ഞാൻ ഇവിടെ അത് അവകാശം പറയുകയല്ല, സത്യം നിങ്ങളുടെ മുമ്പിൽ അത് തുറന്ന് അത് പറയുകയാണ്. അത് ഇന്നുള്ള അത് ഇപ്രകാരമുള്ള സ്നേഹരാഹിത്യം നമ്മുടെ ഭാരതത്തിൽ നിന്ന് മാറിയും മതിയാവൂ. സ്നേഹത്തിന്റെ അത് സന്ദേശം കൊടുക്കുന്ന മാലാഹമാരാണ് കന്യാസ്ത്രീകൾ. നിങ്ങൾ എത്രയോ പേരുടെ മുറിവുകൾ അവർ വെച്ച് കെട്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എത്ര പേരൊക്കെ ABC മുതൽ മുതൽ 1-2 മുതൽ കളരി മുതലുള്ള വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്. അവരെയാണോ ഇന്ന് നിങ്ങൾ പീഡിപ്പിക്കുന്നത്? അവരെ പറ്റിയാണോ ദോഷിച്ചു പറയുന്നത്? അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോളേജായി സ്കൂളായി ഇതെല്ലാം പണിയിപ്പിച്ചത് അവിടെ ഇവിടെയും പോയി തെണ്ടി ഉണ്ടാക്കിയ പണം കൊണ്ടാണ്. അപ്രകാരം ഓരോരുത്തരെയും നന്മയിൽ വളർത്തുവാൻ ശ്രമിച്ചതാണ്. ഇനിയും ഒന്ന് നോക്കൂ, എത്രയോ ഹൈന്ദവ നേതാക്കന്മാരാണ് അമേരിക്കയിലും യൂറോപ്പിലും വരുന്നു, ഹൈന്ദവത്വം പ്രചരിപ്പിക്കുന്നു. ഏറെ പേര് ഹൈന്ദവ മതത്തിലേക്ക് തന്നെ ചേരുന്നുണ്ട്. ഹൈന്ദവ രീതിയിൽ ഡ്രസ് ചെയ്ത് നടക്കുന്നു. ഹൈന്ദവ അമ്പലങ്ങളുണ്ട്, ആരും പൊളിച്ചു കളയുന്നില്ല. ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ ആരും അവരെ പീഡിപ്പിക്കുന്നുമില്ല, അവരോട് പുറത്തു പോകാൻ പറയുന്നുമില്ല. മാത്രമല്ല അവരെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം നോക്കുന്നു. യൂറോപ്പിലും അമേരിക്കയിലും നോക്കിയാൽ മുക്കിനും മൂടിലുമെല്ലാം യോഗയുടെ കേന്ദ്രങ്ങളുണ്ട്. ഹൈന്ദവത്വം പഠിപ്പിക്കുന്ന ഏറെ സ്കൂളുകളുണ്ട്. അവിടെ പോയിട്ട് ഹൈന്ദവ മതം ഔദ്യോഗികമായി സ്വീകരിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. പ്രിയമുള്ളവരെ, അതിലാർക്കും ഇവിടെ പരിഭവമില്ല, അവരെ മാറ്റി നിർത്തുന്നുമില്ല. അവരൊക്കെ സ്വതന്ത്രമായിട്ടാണ് യൂറോപ്പിലും അമേരിക്കയിലും പ്രവർത്തിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാം. അവർ മുക്തിമാർഗം, രക്ഷാമാർഗം പറഞ്ഞു കൊടുക്കുന്നു. ഒരു ക്രൈസ്തവന് തോന്നുന്നു, ഒരു ക്രിസ്ത്യാനിക്ക് തോന്നുന്നു ഹിന്ദുമതമാണ് നല്ലത്, ഇസ്ലാമാണ് നല്ലത് എന്ന് മുക്തിമാർഗമെന്ന് തോന്നുമെങ്കിൽ പോകട്ടെ, ആ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഒരു ക്രിസ്ത്യാനിക്ക് പോലും പിടിച്ചു നിർത്തുന്നില്ല, അടിച്ചമർത്തി ആ ക്രിസ്ത്യനെ നിൽക്കണമെന്ന്. ക്രിസ്തുമതത്തിന്റെ ഏറ്റവും വലിയ ആശയമിലാണ് സ്വാതന്ത്ര്യം, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ, തിന്മയുടെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ. മോചനമാണ് അവിടുന്ന് പറഞ്ഞതും പ്രഘോഷിച്ചതുമെല്ലാം എന്ന് കാണാൻ സാധിക്കും.
ഇന്നത്തെ മിഷണറിമാരും അതാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ കന്നി പ്രസംഗം നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 4 ആണ്. ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എന്താണ് അത് പറഞ്ഞിരിക്കുന്നത് എന്ന്. ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 4 ആണ്. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈ ദൗത്യമാണ് ഓരോ ക്രിസ്ത്യാനിയും ശിരസ ഏറ്റെടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രചോദിതരായി. പ്രിയ ഹൈന്ദവരെ, മുസ്ലിങ്ങളെ, എന്നെ ശ്രമിക്കുന്ന എല്ലാവരും ഓർക്കണം, നമ്മളെല്ലാവരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. ഇതെടുത്തു പറയാണ് യേശുക്രിസ്തു. അതുതന്നെയാണ് ഞാനും എല്ലാവരും പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അതെ, ഞാൻ സുവിശേഷം എന്ന് പറഞ്ഞാൽ സദ്വാർത്ത. എന്താണ് ആ സദ്വാർത്ത? യേശു കൊണ്ടുവന്ന സ്നേഹം, സമാധാനം, സന്തോഷം, നന്മ, നല്ല ജീവിതം, അഥവാ മാനസാന്തരപ്പെടുവിൻ. മനസ്സു മാറ്റുക, ഹൃദയം മാറ്റുക, ഹൃദയ പരിശുദ്ധി നേടുക. ഇതൊക്കെ പരിപാവനമായിട്ട് ഹിന്ദുമുറം പഠിപ്പിക്കുന്നതാണ് എന്ന് ഹൈന്ദവർ ഓരോരുത്തരും മനസ്സിലാക്കണമേ. എങ്കിൽ യേശുക്രിസ്തു വന്നു അതിനുവേണ്ടിയാണ്. ബന്ധിതരെ മോചിപ്പിക്കുവാൻ, രോഗികളെ സുഖമാക്കുവാൻ, അതുപോലെ അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനം കൊടുക്കുവാൻ, സ്വാതന്ത്ര്യം കൊടുക്കുവാൻ. ഏറെ അടിച്ചമർത്തലുകൾ നമുക്ക് ഉണ്ട്, നമുക്കറിയാം. ആ യേശുവിനെ പറ്റി വീണ്ടും നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 10 എന്തായിരുന്നു അവിടുന്ന് ചെയ്തത് എന്ന്. അപ്പസ്തോല പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആദിമ ക്രൈസ്തവരുടെ നടന്ന സംഭവങ്ങൾ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. 10-ാം അധ്യായത്തിന്റെ 38-ാം വചനം, നസറാനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. കാരണം ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ! വലിയ വാക്യമാണ്. ഇതാണ് ഞാനും എന്നോടൊപ്പമുള്ള ക്രിസ്തീയ വിശ്വാസികളും ചെയ്യുന്നത്. വൈദികരായിരിക്കാം, അച്ഛന്മാരായിരിക്കാം, കന്യാസികളായിരിക്കാം, അൽമായ പ്രേക്ഷിതരായിരിക്കാം. ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ് ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ സദ്വാർത്ത ജനങ്ങൾക്ക് കൊടുക്കുവാൻ. സ്വാതന്ത്ര്യത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, പരസ്പര സ്നേഹത്തിന്റെ, പരസ്പര ഐക്യത്തിന്റെ, പരസ്പര സഹായത്തിന്റെ ആ ദൂത് കൊടുക്കുവാൻ. അതുവഴിയായി ഇന്ന് തന്നെ എത്രയോ പേരാണ് രോഗശാന്തി നേടുന്നത്, പിശാചിൽ നിന്ന് മോചനം നേടുന്നത്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നത്. ഹൈന്ദവ ശ്രേഷ്ഠന്മാര് വേദത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങളെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ, അന്ധതയിൽ നിന്ന് ഞങ്ങളെ കാഴ്ചയിലേക്ക് നയിക്കണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചത് ഇന്ന് നടക്കുകയാണ് യേശുക്രിസ്തുവിന്റെ സന്ദേശത്തിലൂടെ. അത് മനസ്സിലാക്കണമേ. ലോകം മുഴുവനും നല്ലതായിത്തീരുവാനായിട്ടാണ് ക്രിസ്തീയ മിഷണറിമാർ പ്രത്യേകമായി പ്രതിജ്ഞയെടുത്ത് എല്ലായിടത്തും ചുറ്റി നടന്ന് പോകുന്നത്. അവരെ തല്ലിയാലും അടിച്ചാലും ജയിലിട്ടാലും കൊന്നാലും അവർ സന്തോഷിക്കും. കാരണം അവർക്കറിയാം യേശുക്രിസ്തു അവരോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് എന്ന്. അതായത് വലത്തെ കരണത്തടിച്ചാൽ ഇടത്തെ കണ്ണം കാണിക്കുവാൻ, ആരോടും തിരിച്ചു പക വീട്ടാതിരിക്കുവാൻ, ശത്രുവിനെ പോലും സഹിക്കുവാൻ. ഇപ്പോൾ ഞങ്ങളെ പീഡിപ്പിക്കുന്ന പ്രിയ തീവ്രവാദികളായ ബജരംഗ ദളുകാരെ, അല്ലെങ്കിൽ RSSകാരെ, BJPക്കാരെയോ ആരും, അല്ലെങ്കിൽ ഞാൻ പറയും ഹൈന്ദവത്വം കയറി തീവ്രവാദികളായവരെ, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. വി ലവ് യു. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പിണക്കവുമില്ല, സ്നേഹക്കുറവുമില്ല. നിങ്ങൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്താലും ജയിലിലിട്ടാലും ഞങ്ങൾ അപ്രകാരം അനുഭവിക്കുവാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ളവരാണ്. അങ്ങനെയാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ
ഉപദേശങ്ങൾ അനുകരിക്കുന്നവർ, യേശുവിനെ പിൻചൊല്ലുന്നവർ ആയി മാറിയിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നതും അതാണ്. ഇപ്രകാരം സഹനങ്ങൾ സഹിക്കുന്നത് ഭാഗ്യമാണ് എന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്ന സൗഭാഗ്യങ്ങളുണ്ട്. മഹാത്മാഗാന്ധി എപ്പോഴും തരണക്കീഴെ സൂക്ഷിച്ചിരുന്ന ബൈബിളിൽ നിന്നും ആരുപദേശം ചോദിച്ചാലും തുറന്നു കൊടുക്കുന്ന ഭാഗമാണ് അത് സുവിശേഷ ഭാഗ്യങ്ങൾ 5-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം. മഹാത്മാഗാന്ധിയെപ്പറ്റി അറിയാവുന്നവർക്കെല്ലാം അറിയാം. അതായത് നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെപ്പറ്റി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു വന്നത് ഒരു രാജാവായിട്ടാണ്. രാജ്യത്തെ ഭരിക്കുവാൻ ഇന്നും ഭരിക്കുന്നു. എന്നാൽ ഇന്നത്തെ രാജാക്കന്മാരുടെയോ പ്രധാനമന്ത്രിമാരുടെയോ ഭരണമല്ല, ഈ ലോകത്തിന്റെ രാജാവല്ല, ആത്മീയ നേതാവാണ്. എല്ലാവരുടെ ആത്മാക്കളെ സ്നേഹത്തിൽ പിടിച്ചടക്കി അവരെ നന്മയിലേക്ക്, സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു എന്ന് മറക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, മാനസാന്തരപ്പെടൂ, മനസ്സും മാറ്റൂ, സ്വർഗരാജ്യം അടുത്തിരിക്കുന്നു. ക്രിസ്ത്യാനിയുടെ ഉദ്ദേശം അതാണ്. ഈ ലോകത്തിലല്ല, ഇവിടുത്തെ മതവുമല്ല. പിന്നെയോ സ്വർഗമാണ് ലക്ഷ്യം. ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ അത് വ്യക്തമായി പഠിപ്പിച്ചു ഞങ്ങളെ. ഞങ്ങൾ വായിക്കുന്നുണ്ട് ഫിലിപ്പിയർ 3:20, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന്. അതുകൊണ്ട് ഞങ്ങളുടെ തലവെട്ടിയാലും ഞങ്ങളെ തല്ലിക്കൊന്നാലും ഞങ്ങളുടെ ആരാധന ഞങ്ങൾ നശിപ്പിച്ചാലും അത് ഞങ്ങൾക്കൊരിടമുണ്ട്. അത് സ്വർഗീയ ഇടമാണ്. അവിടെ എപ്പോൾ പോകാനും തയ്യാറായിരിക്കുന്നവരാണ് ക്രൈസ്തവർ എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അതേസമയം നിങ്ങളുടെ കടമകളും നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ മറക്കരുത്. നമുക്ക് സ്നേഹത്തിൽ, സൗഹാർദ്ദതയിൽ പരസ്പരം സഹായിച്ച് ജീവിച്ചു മുന്നോട്ട് പോകാം. അതാണ് കേരളത്തിന്റെ ഭാവി, ഇന്ത്യയുടെ ഭാവി, ലോകത്തിന്റെ ഭാവി. ഇന്ന് ലോകത്തിൽ നഷ്ടമായിരിക്കുന്നത് യേശുക്രിസ്തു കൊണ്ടുവന്ന സമാധാനം ആണ്, സ്നേഹം ആണ്, സന്തോഷം ആണ്. നമുക്കൊന്നു ചേർന്ന് ഈ മൂല്യങ്ങൾ കൊണ്ടുവരാം, അതിന് പരിശ്രമിക്കാം. ആർക്കെങ്കിലും ക്രൈസ്തവരായ ഞങ്ങളോട് ഏതെങ്കിലും തരത്തിൽ വിഷമോ രോഷമോ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങൾ ഏതെങ്കിലും തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. നിങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹമേ ഉള്ളൂ, ഒരു പിണക്കവുമില്ല. ഞങ്ങൾ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ രോഗശാന്തിക്ക് വേണ്ടി, അതെ, നിങ്ങളുടെ എല്ലാ അനൈക്യങ്ങളും മാറുന്നതിനു വേണ്ടി, ഐശ്വര്യക്കേടുകൾ മാറി ഐശ്വര്യം വരാനായിട്ട്, നിങ്ങളുടെ കൃഷിയും നിങ്ങളുടെ ജോലിയും എല്ലാം ഭംഗിയായി പോകുന്നതിനു വേണ്ടി ഞങ്ങൾ ക്രൈസ്തവർ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടിയും കൂടെ വന്നവനാണ്, ലോകത്തിന് മുഴുവൻ വന്നവനാണ്. മതം മാറ്റാൻ വന്ന അല്ല. യേശു ഒരു മതം സ്ഥാപിച്ച് ആരെയും അവന്റെ മതത്തിലേക്ക് വിളിച്ചില്ല. ആത്മാവിലും സത്യത്തിലും അവനിലേക്ക് വരാനാണ് പറഞ്ഞത്. ആത്മാവിലും സത്യത്തിലുള്ള ഒരു ജീവിതം നയിച്ച് അത് സ്വർഗീയ ആനന്ദം അനുഭവിക്കുവാനായിട്ടാണ് യേശുക്രിസ്തു എല്ലാവരെയും ക്ഷണിക്കുന്നത്. ഈ സത്വാർത്ത ഞങ്ങൾ കൊടുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.